വോട്ടർ പട്ടിക പരിഷ്കരണത്തിലെ ചർച്ചകൾ അവസാനിക്കുന്നില്ല. ബീഹാറിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കാൻ ഒരുങ്ങുന്നു എന്ന തീരുമാനം വന്നപ്പോൾ തന്നെ വലിയ പ്രതിഷേധമാണ് പ്രതിപക്ഷ കക്ഷികളുടെ ഭാഗത്തു നിന്നുൾപ്പെടെ വന്നത്. ഇപ്പോഴിതാ കേരളത്തിലും വോട്ടർ പട്ടിക തീവ്ര പരിശോധനയ്ക്ക് തുടക്കമായിരിക്കുകയാണ്. പാലക്കാട് അട്ടപ്പാടിയിലെ ചിണ്ടക്കൈ, ആനവായ് ഉന്നതികളിൽ ചീഫ് ഇലക്ടറൽ ഓഫീസർ രത്തൻ യു ഖേൽക്കർ നേരിട്ടെത്തിയാണ് പരിശോധനകൾ നടത്തിയത്. SIR നടപ്പിലാക്കാൻ കേരളത്തിനായി ഉത്തരവിറങ്ങും മുൻപ് പരിശോധനകൾ തുടങ്ങി എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. രാഷ്ട്രീയ പാർട്ടികളുമായി ചർച്ച ചെയ്യുന്നതിന് മുൻപാണ് CEO ഇങ്ങനെയൊരു തീവ്ര പരിശോധനയ്ക്ക് എത്തിയത് എന്നതും ശ്രദ്ധേയമാണ്. തീർന്നില്ല, ഗെറ്റ് റെഡി ടു SIR എന്ന ക്യാമ്പയിനും തുടക്കമായിട്ടുണ്ട്. SIR സംബന്ധിച്ച വിവരങ്ങൾ ജനങ്ങളിലെത്തിക്കാൻ വോളണ്ടിയർമാരെ തെരഞ്ഞെടുത്തു. എങ്ങനെയാണ് കേരളത്തിൽ SIR നടപ്പിലാക്കുക എന്ന് രാഷ്ട്രീയ പാർട്ടികളുമായി ചർച്ച ചെയ്യുന്നതിന് മുൻപാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ തീവ്ര പരിശോധനയ്ക്ക് എത്തിയതിൽ കേരളത്തിൽ ഭരണ പ്രതിപക്ഷ പാർട്ടികൾക്കും പ്രതിഷേധമുയരുന്നുണ്ട്. ഇങ്ങനെയെന്ന് വിശദമായി തന്നെ പരിശോധിക്കാം. സാജിദ് അജ്മൽ അട്ടപ്പാടിയിൽ നിന്ന് വിശദമായ വിവരങ്ങൾ നൽകും. കേരളത്തിലും വോട്ടർ പട്ടികയുടെ തീവ്ര പരിശോധന ആരംഭിച്ചിരിക്കുന്നു. പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിലെ ആനവായ്, ചിണ്ടക്കി ഊരുകളിൽ നിന്നാണ് ഇതിൻ്റെ തുടക്കം കുറിച്ചിരിക്കുന്നത്. കേരളത്തിൻ്റെ ചുമതലയുള്ള തെരഞ്ഞെടുപ്പിൻ്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറാണ് ഇതിന് പരിശോധനയ്ക്കായി എത്തിയത്. ഇതിൽ പ്രധാനമായും പരിശോധിക്കുന്നത് 2002 എന്നൊരു മാനദണ്ഡമാണ് ഈ വോട്ടർ പട്ടിക പരിഷ്കരണത്തിനായി വെച്ചിരിക്കുന്നത്. 2002 വോട്ടർ പട്ടികയിൽ പേരുള്ള ആളുകൾക്ക് ഈ പുതിയ വോട്ടർ പട്ടികയിലും പേരുണ്ടെങ്കിൽ അവർക്ക് മറ്റ് ഈ കാര്യങ്ങളൊന്നും തന്നെ ഹാജരാക്കേണ്ടതില്ല. പക്ഷേ മഹാഭൂരിപക്ഷം ആളുകളും 2002 വോട്ടർ പട്ടികയിൽ പേരുള്ള ആളുകൾ ആയിരിക്കില്ല. എന്തായാലും 60 ലക്ഷത്തിലധികം ആളുകൾ ഈ രീതിയിൽ ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഇനി പുതുതായി 18 വയസ്സ് തികഞ്ഞ കന്നി വോട്ടർമാരുണ്ടാകും. ഈ ആളുകളെല്ലാം തന്നെ ഈ നേരത്തെ വോട്ടർ പട്ടികയിൽ ഉള്ള ആളുകളും പുതുതായി വോട്ടർ പട്ടികയിൽ ഇടം പിടിക്കേണ്ട ആളുകളും എല്ലാം തന്നെ അവരുടെ രേഖകൾ 12 രേഖകളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. ഇതിൽ ഏറ്റവും അവസാനമാണ് സുപ്രീം കോടതി ആധാർ കാർഡ് കൂടി ഇതിന്റെ ഭാഗമാക്കാം എന്ന് പറഞ്ഞത്. പാസ്പോർട്ട്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന തിരിച്ചറിയൽ കാർഡ്, റേഷൻ കാർഡ് അടക്കമുള്ള ഏതെങ്കിലും തിരിച്ചറിയൽ കാർഡുകളാണ് ഇതിന് ഹാജരാക്കേണ്ടത്. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു നിയമാവലിയുണ്ട്. ആ നിയമാവലിക്ക് അനുസരിച്ചുള്ള കാര്യങ്ങൾ പൂരിപ്പിച്ച് നൽകുകയും വേണം. ഇതിൽ ഏറ്റവും സുപ്രധാനമായ കാര്യമെന്ന് പറയുന്നത് ബീഹാറിൽ ഇത്തരം ഒരു SIR നടന്ന സമയത്ത് കേരളത്തിൽ ഇത് നടക്കുമെന്ന വാർത്തകൾ വന്ന ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇതിൻ്റെ ഒരു സമഗ്രമായ ചിത്രം രാഷ്ട്രീയ പാർട്ടികൾക്കും സർക്കാരിനും ലഭിക്കുന്നതിന് മുൻപ് തന്നെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ, പരിശോധനകൾ ആരംഭിച്ചു എന്നുള്ളതാണ്. ഇന്ന് വലിയ രീതിയിൽ ഈ ഒരു വാർത്ത പുറത്തേക്ക് വരാതെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അട്ടപ്പാടിയിൽ എത്തിയത്. മുക്കാലിയിൽ നിന്ന് ഏതാണ്ട് 20 കിലോമീറ്റർ കാടിനകത്ത് ഉള്ള ആനവായ് ഊരിലും അതോടൊപ്പം തന്നെ ചിണ്ടക്കി ഊരിലുമാണ് അദ്ദേഹം സന്ദർശനം നടത്തിയത്. പ്രാക്തന ഗോത്ര വിഭാഗങ്ങൾ താമസിക്കുന്ന സ്ഥലം കൂടിയാണ് ഈ ചിണ്ടക്കിയും ആനവായും ഉൾപ്പെടെയുള്ള ഊരുകൾ. ഇവിടെ ചെന്ന് ഈ 2002 വോട്ടർ പട്ടികയും ഏറ്റവും അവസാനം ഇറങ്ങിയ വോട്ടർ പട്ടികയും താരതമ്യം ചെയ്ത് അതിലുള്ള ആളുകൾ എത്രത്തോളം ഉണ്ട് എന്ന് പരിശോധിക്കുകയാണ്. ഇതിൽ ബീഹാറിൽ വലിയൊരു ആശങ്കയായി SIR നിലനിൽക്കുന്നു. കാരണം 65 ലക്ഷത്തോളം ആളുകളാണ് അവിടെ SIRലൂടെ പുറന്തള്ളപ്പെട്ടത്. ഈ രീതി കേരളത്തിൽ ഉണ്ടാവില്ല. പരമാവധി ആളുകളെ ഈ വോട്ടർ പട്ടികയുടെ ഭാഗമാക്കി തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമാക്കുക എന്നുള്ളതാണ് തങ്ങൾ ലക്ഷ്യം വെക്കുന്നത് എന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ മീഡിയ വണ്ണോട് പറഞ്ഞത്. മീഡിയ വൺ ആണ് ഈ സംഘത്തോടൊപ്പം, മീഡിയ വൺ മാത്രമായിരുന്നു ഇന്ന് ഉണ്ടായിരുന്നത് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിൽ ഈ പ്രവാസികളായ ആളുകൾക്ക് ഓൺലൈൻ വഴി തന്നെ തങ്ങളുടെ ഈ കാര്യങ്ങൾ പൂർത്തീകരിക്കാം, രേഖകൾ സമർപ്പിക്കാം എന്നുള്ളത് കൂടി അദ്ദേഹം പറയുന്നു. ഇതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കുറച്ച് ധൃതി കാണിക്കുന്നുണ്ട് എന്നതിൽ സംശയമില്ല. കാരണം ഈ രാഷ്ട്രീയ പാർട്ടികളോ സംസ്ഥാനത്തെ മന്ത്രിമാർക്ക് പോലും വ്യക്തതയില്ലാത്തൊരു കാര്യത്തിലാണ് ഈ പ്രാക്തന ഗോത്ര വിഭാഗങ്ങളുടെ ഊരുകളിലെത്തി ഈ പരിശോധനകൾ ആരംഭിച്ചത്. ഇനി വരും ദിവസങ്ങളിൽ BLOമാർ ഓരോ വീടുകളിലേക്ക് ഇറങ്ങും. അവിടെ നിന്ന് ഇതേ രീതിയിൽ രേഖകൾ പരിശോധിക്കും. രേഖകൾ കൃത്യമല്ലാത്ത ആളുകൾക്ക് വോട്ടവകാശം നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയും ചെയ്യും. 18 വയസ്സ് തികഞ്ഞ കേരളത്തിൽ സ്ഥിരതാമസമാക്കിയ ആളുകൾക്കെല്ലാം തന്നെ വോട്ട് ഉണ്ടാകും. അവർക്ക് രേഖകളുള്ള ആളുകൾക്ക് വോട്ടുണ്ടാകുമെന്നൊരു ഉറപ്പാണ് നൽകുന്നത്.
നമുക്കറിയാം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് വലിയ വിമർശനങ്ങൾ ഉയർന്നൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ പ്രക്രിയ നടക്കുന്നത്, SIR നടക്കുന്നത് എന്നുള്ളതാണ്. കേരളത്തിൽ SIRുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരവ് ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ഉത്തരവ് ഇറങ്ങുന്നതിന് മുൻപാണ് ഇത്തരമൊരു തീവ്ര പരിശോധനയ്ക്കായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി വരും ദിവസങ്ങളിൽ എല്ലാവരും ഇതിനായി റെഡി ആവണം എന്നുള്ളതാണ്. ഗെറ്റ് റെഡി ടു SIR എന്ന ഒരു ക്യാമ്പയിൻ കൂടി ഇന്ന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇതിൽ അട്ടപ്പാടിയിലെ IHRD കോളേജിലെ അഗളി IHRD കോളേജിലെ കുറച്ച് കുട്ടികളെ ഇതിൻ്റെ ക്യാമ്പയിന് വേണ്ടി തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഓരോ പ്രദേശങ്ങളിലും ഈ രീതിയിൽ ഓരോ നിയോജക മണ്ഡലങ്ങളിലും കോളേജുകളിൽ നിന്ന് വിദ്യാർത്ഥികളെ ബോധവൽക്കരണത്തിനായി തെരഞ്ഞെടുക്കും. SIR എന്താണെന്നും എങ്ങനെയാണ് SIR നടപ്പിലാക്കുന്നത് എന്ന കാര്യവും ആളുകളെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാന ദൗത്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ SIR നടപ്പിലാക്കുമ്പോൾ എങ്ങനെയാണ് SIR നടപ്പിലാക്കുക, SIR എന്താണ് എന്ന് പോലും ഒരു കൃത്യതയില്ലാത്ത സമയത്താണ് ഈ തീവ്ര പരിശോധന നടക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. സർക്കാരുമായി ഇതുവരെ ഒരു കൂടിക്കാഴ്ച പോലും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗമായ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നടത്തിയിട്ടില്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തായാലും അതിൻ്റെ ഉത്തരവ് വന്നു കഴിഞ്ഞാൽ ഒരു 3 മാസത്തിനകം തന്നെ SIR പൂർത്തീകരിക്കുന്ന രീതിയിലുള്ള നടപടിക്രമങ്ങളാണ് നടക്കുന്നത്. ഓരോ ജില്ലകളിലും ഉദ്യോഗസ്ഥർക്ക് ഇതിനു വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. സാജിദ് അജ്മലാണ് വിവരങ്ങൾ നൽകിയത്. സാജിദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഈ രാഷ്ട്രീയ പാർട്ടികളുമായിട്ടുള്ള യോഗമൊക്കെ നടക്കുന്നതിന് മുമ്പാണ് ഈ ഒരു നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നത് എന്നാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. എന്താണ് തീവ്ര വോട്ടർ പട്ടിക പരിശോധന എന്ന്? തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം എന്ന് വെച്ചാൽ വിശദമായ പരിശോധന നടത്തി എല്ലാ രേഖകളുമുള്ള ആളുകളെ മാത്രം വോട്ടർ പട്ടികയിൽ നിലനിർത്തുക എന്നതാണ് ലക്ഷ്യം. അങ്ങനെയാണെങ്കിൽ ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് ജനങ്ങൾ ഈ വോട്ടർ പട്ടികയ്ക്ക് പുറത്താകും എന്നതാണ് സത്യം. ഇനിയിപ്പോൾ പരിഗണിക്കുന്ന രേഖകൾ എന്തൊക്കെയാണ്? ഈ ഒരു SIRനായി എന്തൊക്കെ രേഖകൾ പരിഗണിക്കുന്നുവെന്ന് വിശദമായി തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. അതെ, എന്താണ് തീവ്ര വോട്ടർ പട്ടിക എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്തൊക്കെ രേഖകളാണ് പരിശോധിക്കുന്നത് എന്ന് നോക്കിയാൽ നമുക്കറിയാം 11 രേഖകളായിരുന്നു ഇതുവരെ ആധികാരികമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഒരെണ്ണം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ആധാർ. സെപ്റ്റംബർ 8 സുപ്രീം കോടതി ഉത്തരവ് പ്രകാരമാണ് 12ാമത്തെ രേഖയായി ആധാർ കാർഡ് കൂടി ഉൾപ്പെടുത്തിയിട്ടിരിക്കുന്നത്. മറ്റ് രേഖകൾ നോക്കാം. തിരിച്ചറിയൽ കാർഡ്. ഈ തിരിച്ചറിയൽ കാർഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പൊതുമേഖലാ ജീവനക്കാർക്കും പെൻഷൻകാർക്കും നൽകുന്ന തിരിച്ചറിയൽ കാർഡ് 1. 2. 1987 ജൂലൈ 1 മുൻപ് സർക്കാർ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങൾ, അതുമല്ലെങ്കിൽ ബാങ്ക്, LIC, അതുപോലെ പൊതുമേഖലാ സ്ഥാപനം നൽകിയ തിരിച്ചറിയൽ കാർഡ്. ഇതും ആധികാരികമാണ് ഈ ഒരു വോട്ടർ പട്ടികയ്ക്കായി എന്നാണ് മനസ്സിലാക്കുന്നത്. അടുത്തത് ജനന സർട്ടിഫിക്കറ്റ് ആണ്. അതായത് നിങ്ങളുടെ ജനന സർട്ടിഫിക്കറ്റ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ആധികാരിക രേഖ തന്നെയാണ്. അതും ഇതിനായി ഉപയോഗിക്കാവുന്നതാണ്. അടുത്തത് പാസ്പോർട്ട് തന്നെയാണ്. ജനന സർട്ടിഫിക്കറ്റ് പോലെ തന്നെ നമ്മുടെ പാസ്പോർട്ടും നമുക്ക് ഇതിനായി ഉപയോഗിക്കാവുന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട രേഖകളാണ്. അതുകൊണ്ട് തന്നെ പാസ്പോർട്ടും ഇതിനായി ഉപയോഗിക്കാം. അതും ആധികാരികം തന്നെയാണ്. അടുത്തത് വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകളാണ്. അതായത് അംഗീകൃത ബോർഡുകളോ സർവകലാശാലകളോ നൽകിയ 10ാം തരം, അതുമല്ലെങ്കിൽ വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകൾ, +2 പോലുള്ള സർട്ടിഫിക്കറ്റുകളും ഇതിനായി ഉപയോഗിക്കാവുന്നതാണ്. മറ്റൊന്ന് സ്ഥിരതാമസക്കാരനാണ് എന്ന സർട്ടിഫിക്കറ്റ്. അതായത് ഇന്ന സ്ഥലത്ത് നമ്മൾ സ്ഥിരതാമസക്കാരനാണ് എന്ന ഉത്തരവാദപ്പെട്ട അതോറിറ്റിയുടെ സർട്ടിഫിക്കറ്റ്. അടുത്തത് വനാവകാശ സർട്ടിഫിക്കറ്റ് ആണ്. അതായത് വനത്തിൽ ദീർഘകാലമായി താമസിക്കുകയും അതുപോലെ വനവിഭവങ്ങളെ ആശ്രയിക്കുകയും ചെയ്യുന്ന വ്യക്തികൾക്കും സമൂഹങ്ങൾക്കും അവരുടെ വനഭൂമിയിലുള്ള അവകാശം ഉറപ്പുവരുത്തുന്നതിനായി നൽകുന്ന രേഖയാണ് വനാവകാശ സർട്ടിഫിക്കറ്റ്. അതിനും ആധികാരികമാണ് എന്ന് മനസ്സിലാക്കുന്നു. അടുത്തത് OBC SC ST സർട്ടിഫിക്കറ്റ് ആണ്. അതായത് OBC SC ST വിഭാഗക്കാർക്ക് ഇന്ത്യയിൽ സർക്കാർ നൽകുന്ന ഒരു പ്രധാന രേഖയാണിത്. ഒരു വ്യക്തിയുടെ ജാതി ഐഡന്റിറ്റി സ്ഥിരീകരിക്കുന്ന രേഖ കൂടിയാണിത്. അതുകൊണ്ട് തന്നെ ഇതും നമുക്ക് ഉപയോഗിക്കാം. ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ ജാതി സർട്ടിഫിക്കറ്റ്, തൊട്ട് മുൻപുള്ള പോയിന്റിൽ നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ ജാതിയെ സ്ഥിരീകരിക്കുന്ന രേഖയാണ് ജാതി സർട്ടിഫിക്കറ്റ്. നമ്മുടെ സാമൂഹികവും സാമ്പത്തികവുമായ അവസരങ്ങളെ ബാധിക്കുന്ന ഒന്നുകൂടിയാണിത്. അതുകൊണ്ട് തന്നെ ജാതി സർട്ടിഫിക്കറ്റിനും ആധികാരികതയുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. ദേശീയ പൗരത്വ പട്ടിക. ദേശീയ പൗരത്വ പട്ടിക അഥവാ NRCയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള രേഖ കൂടി ഇതിനായി ഉപയോഗിക്കാം.
അടുത്തത് കുടുംബ രജിസ്റ്ററാണ്. അതായത് സംസ്ഥാന സർക്കാരോ തദ്ദേശ സ്ഥാപനങ്ങളോ തയ്യാറാക്കിയ കുടുംബ രജിസ്റ്റർ കൂടി ഈ ഒരു ഘട്ടത്തിൽ ഈ 12 ആധികാരിക രേഖകൾ എന്ന് പറയുന്നതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടുത്തത് ഭൂമി അഥവാ ഭവന കൈമാറ്റ സർട്ടിഫിക്കറ്റ് ആണ്. അതായത് സർക്കാർ നൽകുന്ന ഭൂമി അല്ലെങ്കിൽ ഭവന കൈമാറ്റ സർട്ടിഫിക്കറ്റ് കയ്യിലുള്ളവർ കൂടി ഇത് ഉപകരിക്കുന്നതായിരിക്കും. ആ ഒരു പോയിന്റ് കൂടി അല്ലെങ്കിൽ ആ ഒരു രേഖ കൂടി ഹാജരാക്കാം എന്നുള്ളൊരു നിർദ്ദേശം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. ഏതായാലും നമ്മൾ നേരത്തെയൊക്കെ സൂചിപ്പിച്ചതുപോലെ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ എടുപിടി എന്ന് പറഞ്ഞ് കൂടുതൽ നടപടികളിലേക്ക് കടക്കുന്നത് എന്തിന് എന്നുള്ളൊരു ചോദ്യം തന്നെയാണ് നിലനിൽക്കുന്നത്. അതിനുള്ള ഉത്തരമാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്ത വിഷയത്തിലേക്ക് വരാം, ഇടവേളയ്ക്ക്.